ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും റെയിൻ ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പം രാവിലെ 8 മണി ആയതേ ഉള്ളൂ കേട്ടോ, അതാണ് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞത്. അപ്പം ഇത് നമ്മുടെ കാവേരിയാണ്, രാവിലെ തന്നെ വിരിഞ്ഞിട്ടുണ്ട്. തേനീച്ചക്കുട്ടന്മാരൊക്കെ ഓടി എത്തിയിട്ടുണ്ട് തേൻ കുടിക്കാനായിട്ട്. നല്ല ഭംഗിയിരുന്ന് കാവേരി വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓരോ പ്രാവശ്യം ഫ്ലവർ വിരിയുമ്പോഴും ഓരോ രീതിയിലാണ് കേട്ടോ. ഇപ്രാവശ്യം കുറച്ച് റൗണ്ടിൽ മലക്കയാണ് വിരിഞ്ഞിരിക്കുന്നത്. അത് ആ പൂവിൻ്റെ മൊട്ടിൻ്റെ വലിപ്പം അനുസരിച്ചും ഫ്ലവറിൻ്റെ ആകൃതിയിൽ മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പം നല്ല ഭംഗിയില്ലേ നമ്മുടെ കാവേരി കാണാൻ. അപ്പോൾ കാവേരിയെപ്പറ്റി വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ അടുത്ത് തന്നെ. അപ്പോൾ കാണാത്തവരൊക്കെ കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ഹൈബ്രിഡ് ലോട്ടസിനെ പരിചയപ്പെടുത്താനായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെയുള്ള ഒരു ലോട്ടസ് ലവറായ ലയന അശോക് എന്ന യൂട്യൂബ് ചാനലിലെ ലയനയുടെ സഹോദരൻ ലെനിൻ ഹൈബ്രിഡ് ചെയ്ത ലോട്ടസാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ലെനിൻ ഹൈബ്രിഡ് ചെയ്ത നമ്മുടെ സുന്ദരിയായിട്ടുള്ള വൈറ്റ് ലോട്ടസ് കേട്ടോ. അദ്ദേഹം ഇതിന് പേരിട്ടിരിക്കുന്നത് ഇന്ദു എന്നാണ് കേട്ടോ. അപ്പോൾ പേര് പോലെ തന്നെ നല്ല ഇന്ദു മതിയാണിത്. നല്ലൊരു വൈറ്റ് കളറാണ്. സീഡ് പോഡൊക്കെ കാണുന്ന വിധത്തിൽ നല്ല ഭംഗിയിൽ വിരിഞ്ഞിട്ടുണ്ട്. ചില ലോട്ടസുകൾ തനിയെ വിടരുമ്പോഴായിരിക്കും അതിൻ്റെ സൗന്ദര്യം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ദുവും തനിയെ വിടരുമ്പോഴാണ് സൗന്ദര്യം. അപ്പം ഈ ലോട്ടസിൻ്റെ ഹൈബ്രിഡ് ചെയ്തതിന് ശേഷം കിട്ടിയ ട്യൂബറിൽ ഒന്ന് എനിക്ക് അയച്ചു തന്നതിന് ശേഷം ചേച്ചി ഇത് നട്ടു നോക്കൂ, എങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലവറിങ് കപ്പാസിറ്റി, ഏത് രീതിയിലായിരിക്കും ഇതിൻ്റെ ഫ്ലവർ വരുന്നത് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് ലെനിൻ എനിക്ക് അയച്ചു തന്നതാണ്. അപ്പം അദ്ദേഹം പോലും അതിൻ്റെ പൂ കാണുന്നതിന് മുമ്പ് എനിക്ക് അയച്ചു തന്നതാണ്. അപ്പം ഞാൻ പൂവൊക്കെ വിടർന്ന് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ മെസ്സേജിലൂടെയൊക്കെ എല്ലാം അറിയിക്കുകയുണ്ടായി. അപ്പോഴാണ് ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ ചെയ്യണം, ഇതിൻ്റെ പേരും കൂടെ പറഞ്ഞു തരാൻ പറഞ്ഞപ്പോൾ ഇന്നലെയാണ് ഇന്ദു എന്ന് എനിക്ക് പറഞ്ഞു തന്നത് കേട്ടോ. വളരെ സുന്ദരിയായിട്ടുള്ള ലോട്ടസാണ്. നമ്മുടെ വൈറ്റ് ലോട്ടസുകളിൽ വൈറ്റ് പിയോണി, ഗ്രീൻ ആപ്പിളൊക്കെ ഉണ്ടെങ്കിലും ഇതിന് രണ്ടിനെക്കാട്ടിലും ഒരു വ്യത്യസ്തമായ സൗന്ദര്യമുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് യെല്ലോ കളറും ഗ്രീൻ കളറും ഒന്നും ഇല്ല കേട്ടോ. സീഡ് പോഡാണ്, ഫുള്ള് വൈറ്റ് ഫ്ലവറാണ്, വൈറ്റ് ഇതളുകളാണ് എല്ലാം. നടുവശത്തെ ഇതളുകളും എല്ലാം വൈറ്റാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. തേനീച്ചക്കുട്ടന്മാരൊക്കെ ഇറങ്ങി തേൻ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ലെനിന് പ്രത്യേകിച്ച് നന്ദിയുണ്ട് ഈ ഇത്ര സുന്ദരിയായിട്ടുള്ളൊരു ഹൈബ്രിഡ് ഉണ്ടാക്കിയതിനും അതെനിക്ക് സമ്മാനിച്ചതിനും കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂ കാണാനായിട്ട്. ഇത് തനിയെ വിടരുന്നതാണ് നല്ലത്. നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇത് 3ാമത്തെ ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഫ്ലവറൊക്കെ ഞാൻ വിരിയിച്ചു കൊടുത്തതുകൊണ്ട് ഈ ഭംഗി കിട്ടിയില്ല. അപ്പോൾ എന്നോട് ലെനിൻ പറഞ്ഞു തനിയെ വിടരട്ടെ ചേച്ചി, അപ്പം നമുക്ക് നോക്കാമെന്ന്. അപ്പോൾ ഇന്ന് തനിയെ വിടർന്നിരിക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയിൽ വിടർന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മറ്റൊരു മൊട്ടാണിത്. ഇത് കണ്ടോ, ഇത് വിടർന്ന് മൊട്ടിൻ്റെ അഗ്രഭാഗത്തൊരു ചെറിയ പിങ്ക് ഷെയ്ഡൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് പിങ്ക് ലോട്ടസാണെന്ന്. പക്ഷേ അല്ല, ഇത് പാകമായി കഴിയുമ്പോൾ നല്ല വൈറ്റ് ലോട്ടസാണ് കേട്ടോ. നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി നമുക്ക് പറയാം. കാരണം ധാരാളം പൂക്കൾ വരുന്നുണ്ട്. വെച്ചിട്ട് 3ാമത്തെ സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെ തന്നെ ബഡ്ഡുകൾ വന്നു. അപ്പം ഈ സുന്ദരിയായ ഇന്ദു എന്ന ലോട്ടസിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ. അപ്പം ഏതൊരു ലോട്ടസ് ആണേലും അതിനെ നമ്മൾ പോട്ട് ചെയ്യുന്ന ടബിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസറിൻ്റെ മൂല്യം അനുസരിച്ച് അതിൻ്റെ ഫ്ലവറുകൾക്കും നല്ല വ്യത്യാസം ഉണ്ടാവും, വലിപ്പം ഉണ്ടാവും. അപ്പം നല്ലൊരു ഹൈബ്രിഡാണ് നമ്മുടെ ഇന്ദു എന്ന ഹൈബ്രിഡ്. അപ്പം എല്ലാവരും തന്നെ ഇന്ദു ഒന്ന് വാങ്ങിച്ച് വെക്കാനായിട്ട് ശ്രമിക്കണം. നല്ല വൈറ്റ് ലോട്ടസുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു വെളുത്ത സുന്ദരിയാണ് നമ്മുടെ ഇന്ദു. അപ്പം ഇന്ദു എന്ന ലോട്ടസിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.